തിരുവനന്തപുരം മേയർ വി രാജേഷിന് അദ്ദേഹത്തിന് ഒരു വലിയ നമസ്കാരം പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കാരണം കേരളം BJP ഭരിച്ചാൽ എങ്ങനെയുണ്ടാകും? ഈ പറയുന്ന പഹയന്മാരൊക്കെ പറയുന്നത് പോലെ വർഗീയത അങ്ങ് കൂത്തി തിരുകി തള്ളി അങ്ങോട്ട് തരുമോ എന്നുള്ളതാണല്ലോ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ആകമാനം ഇത്തരത്തിലുള്ള സംസാര വിഷയങ്ങളാണ് കേട്ടോ. ഇപ്പുറത്തെ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിൽ മോദിജിയെ പറ്റിയിട്ടോ വി രാജേഷിനെ പറ്റിയിട്ടോ ഇനി ആരെങ്കിലും ആവട്ടെ, ഇനി ഒന്നും വേണ്ട, രാജീവ് ചന്ദ്രശേഖർജിയെ പറ്റിയിട്ടോ ഒക്കെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉടനടി അടുത്ത പോസ്റ്റ് അതിനുള്ള മറുപടിയായിട്ട് വരും. ഈ പറയുന്ന മറുപടിയിൽ ഒരു ലേശം കഴമ്പുണ്ടാകണമല്ലോ, അതില്ല. പിന്നെ അത് ഈ പറയുന്ന സുഡാപ്പികൾക്കും കമ്മികൾക്കും കൊങ്ങികൾക്കും ഒക്കെ വളരെ താല്പര്യമുള്ളതായതുകൊണ്ട് അത് അങ്ങനെ കിടന്ന് അവരുടെ ഒരു ഏരിയയിൽ ഓടും. പക്ഷേ BJPയുമായി ബന്ധപ്പെട്ടിട്ട് BJP എന്ത് ചെയ്യാൻ പോകുന്നു, ഇനി എന്താണ് തിരുവനന്തപുരത്തെ കാത്തിരിക്കുന്നത് എന്താണ്? BJPയുടെ ഒരു ട്രെയിലർ തന്നെ ആയിരിക്കും തിരുവനന്തപുരം എന്നുള്ള വലിയൊരു ആകാംക്ഷയിൽ ഇരിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ തന്നെയുണ്ട്. അത്തരത്തിലുള്ള പ്രതീക്ഷയ്ക്ക് നല്ല ഒന്നാന്തരം ട്രെയിലർ തന്നെയാണ് മേയർ വി രാജേഷ് നൽകിയതെന്ന് പറയാതെ വയ്യ. അപ്പോൾ ഒരു കോർപ്പറേഷൻ BJPയുടെ കയ്യിലേക്ക് കിട്ടുമ്പോഴേ ഇതാണ് മേളമെന്നുണ്ടെങ്കിൽ ഭരണം BJPക്ക് കിട്ടിയാൽ എങ്ങനെയിരിക്കും? അത് പ്രതീക്ഷിച്ചിരിക്കുന്ന, അതെങ്ങനെയാകുമെന്ന് കരുതിയിരിക്കുന്ന, ആശങ്കപ്പെട്ടിരിക്കുന്ന കൊങ്ങികൾക്കുള്ള മറുപടിയും വളരെയേറെ പ്രതീക്ഷയോടെ അത് നോക്കിയിരിക്കുന്ന ജനങ്ങൾക്കുള്ള മറുപടിയും കൂടിയാണ് വി രാജേഷ് കൊടുത്തത്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരുടെ ഒരു മീറ്റിംഗ് അങ്ങ് വിളിച്ചു. മീറ്റിംഗ് വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണിയായിട്ട് ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് അദ്ദേഹം ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് ഈ പരിപാടികളൊന്നും ഇനി ഇവിടെ ഈ കോർപ്പറേഷൻ നടന്നു പോകരുത് എന്ന് തന്നെയാണ് വളരെ ആർജവത്തോടെ ചുറുചുറുക്കോടെ അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ശ്രദ്ധയിൽ പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. 10 മണിക്ക് ഒപ്പിട്ട ശേഷം 10 മണിക്ക് വന്ന് ഒപ്പിട്ട ശേഷം പോസ്റ്റർ ഒട്ടിച്ച് വന്ന് 5 മണിക്ക് ഒപ്പിട്ട് തിരിച്ചു പോകൂലേ, ആ പരിപാടി, ആ പരിപ്പിനിവിടെ വേവൂല എന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ മേയറും ഡെപ്യൂട്ടി മേയറും കൗൺസിലർമാരും ഒക്കെ സ്കൂൾ കുട്ടികളെയൊക്കെ പോലെ വന്ന് നോട്ടും പെന്നും ഒക്കെ എടുത്ത് കാര്യങ്ങൾ എഴുതുന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം അതാണ്. അദ്ദേഹം പറയുന്ന വളരെ അച്ചടക്കത്തോടു കൂടി ഇരുന്ന് എഴുതിയെടുക്കുന്നു, കുറിച്ചെടുക്കുന്നു. അതായത് പണി കിട്ടും. ഇതെല്ലാം കുറിച്ചെടുത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ തലപ്പത്ത് കൃത്യമായൊരു ആർജവമുള്ള ഒരു ഭരണകർത്താവ് വന്നിട്ടുണ്ട്, അത് ചെയ്തില്ലെങ്കിൽ പണി കിട്ടുമെന്ന് കൃത്യമായിട്ട് മനസ്സിലായതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കുട്ടികളെ പോലെ ഇരുന്ന് എഴുതിയെടുക്കുകയാണ് നമ്മൾ കണ്ടത്. വളരെ അപൂർവം കാഴ്ചകളാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെയൊക്കെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരെ ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ തിരിഞ്ഞ് ചായ കുടിച്ചോളിയ എന്നൊരു ചായ കുടിച്ചേച്ച് വരാം, സിഗരറ്റ് വലിച്ചോളിയ ഒരു സിഗരറ്റ് വലിച്ചേച്ച് വരാം, ചേച്ചി ചായ കുടിച്ചായിരുന്നു, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം, ഇങ്ങനെയുള്ള ലീലാവിലാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുള്ള സ്ഥലത്താണ് വളരെ അച്ചടക്കത്തോടെ ഇരിക്കുന്നത്. വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. അപ്പോൾ പറയുകയാണ്, ഞങ്ങൾ രാവിലെ 6 മണി മുതൽ രാത്രി 11 വരെ ജോലി ചെയ്യുന്നുണ്ട്, അതിൻ്റെ 1/3 നിങ്ങൾ ചെയ്യണം. അതായത് ലേശം നാണം ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഇതൊക്കെ ചെയ്യും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. നിങ്ങളുടെ ഒരു വിശ്രമവേളയും ഞങ്ങൾ അപഹരിക്കാനേ പോകുന്നില്ല, എന്നാൽ കൂടുതൽ കാര്യക്ഷമമായിട്ട് ജോലി ചെയ്യണം. അതായത് ഇനി ഞാൻ പണിയെടുക്കാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഒന്ന് വാഷ്റൂമിൽ പോകാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചായ കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഉള്ള സമയമൊക്കെ ഇവിടെ BJP ഭരണം വന്നതുകൊണ്ട് അപഹരിച്ചു എന്നുള്ള പരാതി വരണ്ട. ഞങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടില്ല. പക്ഷേ നിറവേറ്റേണ്ട ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി തന്നെ നിങ്ങൾ നിറവേറ്റിയിരിക്കണം എന്നുള്ള ഒന്നൊന്നാന്തരം താക്കീത് അവിടെ പറയുന്നുണ്ട്. കൂടാതെ പ്രത്യേകിച്ച് CPMനെ അലട്ടുന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതിങ്ങനെയൊക്കെ പറയാമോ എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല, ഇത്രയൊക്കെ മുഖത്തടിച്ച പോലെ പറയാമോ എന്നറിയില്ല. കാര്യം സച്ചിൻ ദേവ് MLAയുമായിട്ടുള്ള വിഷയമൊക്കെ അവിടെ ഉണ്ടായി. സച്ചിൻ ദേവ് MLA പുതിയ ഓഫീസൊക്കെ നോക്കി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഒരിച്ചിരി മയപ്പെടുത്തിയൊക്കെ പറയാമായിരുന്നല്ലോ രാജേഷ് ജി എന്നാണ് പറയാനുള്ളത്. കാരണം വേറൊന്നുമല്ല, ഏത് പാർട്ടിയുടേതായാലും പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫ്ലെക്സ് ബോർഡൊക്കെ അങ്ങ് എടുത്ത്
മാറ്റി വെച്ചേക്കണം എന്ന് കൂടി രാജേഷ് ജി പറഞ്ഞു. അത് നിങ്ങൾക്കറിയാമല്ലോ പ്രേക്ഷകരെ, ഈ പറയുന്ന ഫ്ലെക്സ് ബോർഡൊക്കെ സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഈ കമ്മികളുടെയൊക്കെ വളരെ ഒരു ആത്മനിർവൃതി. നമുക്കറിയാം മോദിജിയുടെ പദ്ധതിയിൽപ്പെട്ട പരിപാടിയാണെങ്കിൽ ഞങ്ങൾ ചിലരുടെയൊക്കെ പടം വെച്ചിട്ട് അത് ഫ്ലെക്സ് അടിച്ചു വെക്കും. പിന്നെ അത് ഒരു കുറേ കാലത്തേക്ക് ആ ഫ്ലെക്സ് അവിടെ നിലകൊള്ളുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ചെറിയ ചെറിയ പദ്ധതികളാണെങ്കിലും പരിപാടികളാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു മനസ്സുഖമൊക്കെ കിട്ടുന്ന ആളുകളാണ് ഈ കമ്മികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് കൊങ്ങികളും, അതായത് കോൺഗ്രസ്സുകാരും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ പറയുമ്പോൾ ഇത്തിരി മയപ്പെടുത്തിയില്ലേ, അവർക്ക് എന്താ പറയുക, ഒരു ഉൾപ്പുളകം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, പരിപാടി തുടങ്ങുന്നതിന് മുന്നേ പെട്ടെന്ന് ഒരു തീരുമാനമുണ്ടാക്കി പരിപാടിയുടെ തലേന്ന് ഫ്ലെക്സ് ബോർഡ് എടുത്തു മാറ്റുന്ന ഒരു തരം പരിപാടിയുണ്ട്, ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ പരിപാടി ഒരു പാർട്ടിയോടും ചെയ്യാൻ നിൽക്കരുത്. ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടാണ് അതൊക്കെ വെക്കുന്നത്. അപ്പോൾ BJP ഇത് അനുഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. ഈ കോർപ്പറേഷനിൽ തന്നെ ഇത് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ഫ്ലെക്സ് ബോർഡൊക്കെ അങ്ങ് എടുത്ത് മാറ്റി അങ്ങോട്ടേക്ക് വെച്ചേക്കണം. നമ്മൾ കണ്ടതാണ്. അതിൻ്റെ പേരിൽ കണ്ണൂരൊക്കെ ഫ്ലെക്സ് ബോർഡ് മാറ്റാൻ പറഞ്ഞ ഒരു തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥന് എതിരെ വലിയ ഭീഷണിയൊക്കെ മുഴക്കിക്കൊണ്ട് CPM നേതാക്കളൊക്കെ ആ ഓഫീസിൽ കയറി വരുന്നതും ഭീഷണിപ്പെടുത്തുന്നതും ഒക്കെ വീഡിയോസൊക്കെ നമുക്ക് ഇഷ്ടം പോലെ തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും. അത് അവരുടെ ഒരു അവകാശം പോലെയാണ് അവരിതൊക്കെ കരുതി വെച്ചിരിക്കുന്നത്. അപ്പോഴാണ് VV രാജേഷ് ജി പറയുന്നത്, ഈ ഫ്ലെക്സ് ബോർഡൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്കണം പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോഴും പല ഫ്ലെക്സും റോഡിലുണ്ട് എന്ന് കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, അല്ല സത്യത്തിൽ ഈ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് ഇവിടെ എന്താണ് പരിപാടി? പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലേ? വെറുതെ വന്നിരുന്ന് ചായയും കുടിച്ച് പോവുകയാണോ പരിപാടി? അപ്പോൾ ഈ കാര്യങ്ങളൊന്നും നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുന്നില്ലേ? ഇതൊക്കെ എൻ്റെ ശ്രദ്ധയിൽ പെടുന്നുണ്ടല്ലോ, നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുന്നില്ലേ? നിങ്ങൾ എന്താണ് അവിടെ ജോലി ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നിങ്ങളെ സഹായിക്കാൻ ഞാനടക്കം എല്ലാവരും ഉണ്ടാകും, പക്ഷേ നിങ്ങളുടെ ജോലി നിങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യണമെന്ന് കൂടി അദ്ദേഹം പറയുകയാണ്. അതായത് ഹൈക്കോടതി വിധി കൃത്യമായിട്ട് നടപ്പാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ഉദ്യോഗസ്ഥരെയും അരുതാത്തത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആരും നിർബന്ധിക്കാൻ പോകുന്നില്ല. അങ്ങനെ ആരെങ്കിലും നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി നിർഭയം സംസാരിക്കാം, ആ വിഷയം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ കൗൺസിലർമാരോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉദ്യോഗസ്ഥരോട് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇടപെടലും നടത്തരുത് എന്നുള്ളത്. കൂടാതെ സീനിയർ ഉദ്യോഗസ്ഥന്മാർ വഴി ജൂനിയർ ഉദ്യോഗസ്ഥരോട് പഞ്ചപുച്ഛം അടക്കിയിരിക്കുന്നതായിട്ടൊക്കെ ഞങ്ങൾക്കറിയാം. അങ്ങനെയുള്ള വേലത്തരങ്ങളൊന്നും ഇനി നടക്കില്ല. പല ഉദ്യോഗസ്ഥരും ശുചീകരണ തൊഴിലാളികളെ വളരെ മോശമായി പെരുമാറുന്ന രീതിയൊക്കെ കാണുന്നുണ്ട്. അതൊന്നും വേണ്ട, ഇതൊന്നും വച്ചു പൊറപ്പിക്കാൻ പറ്റില്ല എന്ന് കൂടി പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ഉണ്ട്, ഞാനുണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്. ഇവരിൽ ആരോടെങ്കിലും വന്ന് നിങ്ങൾക്ക് പരാതി പറയാമെന്നുള്ള ഒരു ഉറപ്പ് ഇത്തരത്തിലുള്ള ശുചീകരണ തൊഴിലാളികൾക്ക് കൂടി അദ്ദേഹം കൊടുക്കുന്നുണ്ട്. നോക്കൂ, വളരെ ചെറിയ കാര്യങ്ങളാണ് ഇതൊന്നും. സാധാരണ ഒരു മേയറോ ആരും തന്നെ, ഡെപ്യൂട്ടി മേയറോ ആരും തന്നെ നോക്കാത്ത, ആലോചിക്കാത്ത, നമ്മുടെ പോലും ചിന്തയിൽപ്പെടാത്ത കാര്യങ്ങളാണ്. അദ്ദേഹം എത്രയേറെ കാര്യഗൗരവമായി ഇത്തരം വിഷയങ്ങളെ കണ്ടെത്തിയിരിക്കുന്നു. അതെല്ലാം ഇവിടെ പാടില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിലപാടെടുത്തിരിക്കുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത്, ഒരു പുരുഷൻ ജോലിക്ക് വരുന്നത് പോലെയല്ല ഒരു സ്ത്രീ വരുന്നത്. അവർ രാവിലെ 3 മണിക്കൂർ മുന്നേ തന്നെ എഴുന്നേറ്റ് വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് അതിനുശേഷം വൈകിട്ടും ഒരു 3 മണിക്കൂറോളം വീട്ടിലെ ജോലികളുമായിട്ടൊക്കെ അധികം ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ മാനസികമായി പരിഗണിച്ച് അവരെ സമ്മർദ്ദമില്ലാതെ ജോലി ചെയ്യാൻ അനുവദിക്കണം എന്നതാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തിന് വളരെ വലിയൊരു നമോവാകം വീണ്ടും പറയുകയാണ്. കാരണം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് നമ്മൾ കരുതുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് ഒരു വലിയ കാര്യം തന്നെയാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് അദ്ദേഹം അതിനെ അനലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിലെന്താണ് ഇപ്പോൾ പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ, അത്
അത് കണ്ടു വളർന്ന അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള ഒരാൾക്കാണ് അത് മനസ്സിലാവുക. ഒരു സ്ത്രീ എത്രത്തോളം ഒരു ദിവസം ബുദ്ധിമുട്ടിയാണ് കടന്നു പോകുന്നത്. ഒരു ബുദ്ധിമുട്ടല്ല, അത് അവരുടെ ഉത്തരവാദിത്തമായി അവർ കാണുന്നു, അതെല്ലാം അവർ ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്ക് കൂടിയുണ്ട്, എൻ്റെ അമ്മയും ഒരു സർക്കാർ ജീവനക്കാരിയായിരുന്നു. അപ്പോൾ നോക്കൂ, അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ യാതൊരു കരുണയുമില്ലാതെയൊക്കെ പെരുമാറുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്. ഉദ്യോഗസ്ഥന്മാരും ഉദ്യോഗസ്ഥകളും ഉണ്ട് കേട്ടോ, അതൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ കൂടിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കൂടാതെ പറയുകയാണ്, പാവപ്പെട്ടവന് വെച്ചു കൊടുക്കുന്ന ഫ്ലാറ്റുകളിൽ കൃത്യമായ കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കോൺട്രാക്ടർമാർ വിജിലൻസ് നടപടി കൂടി നേരിടാൻ വേണ്ടി തയ്യാറായി നിന്നേക്കൂ എന്നുകൂടി അദ്ദേഹം പറയുന്നു. അപ്പോൾ ഞങ്ങളുടെ വികസന സ്വപ്നങ്ങൾക്ക് ഞങ്ങളോടൊപ്പം നടക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞങ്ങളെക്കാൾ കൂടുതൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരിൽ കൂടിയാണ് ജനങ്ങൾ കോർപ്പറേഷനെ അറിയുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം വളരെ അക്കമിട്ട് നിരത്തിയ ഒരു പ്രസംഗം. ആ പ്രസംഗത്തിൽ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അത് അരുതാത്തതാണ് എന്ന് പറയാനുണ്ടോ? ഒരു കോർപ്പറേഷന്റെ ഭരണം ഏറ്റെടുക്കുമ്പോൾ ഏറ്റവും താഴെത്തട്ടിൽ നിന്നുകൊണ്ട് അവിടെ മുതൽ ശുദ്ധീകരണം തുടങ്ങുകയാണ് BJPയുടെ മേയർ. ആ മേയർ ജനങ്ങൾക്ക് മുൻപിലേക്ക് തുറന്നു വയ്ക്കുന്നത്, BJP അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്, നിങ്ങൾക്ക് പ്രതീക്ഷ വയ്ക്കാവുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമോ, ഇതെല്ലാമാണ് ഞങ്ങൾ നടത്താൻ പോകുന്നത് എന്ന് കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. എന്തായാലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം എന്ന് പറയുന്നത് BJPയുടെ ഒരു ഇലക്ഷൻ പ്രൊപ്പഗാൻഡ കൂടി അദ്ദേഹം ഇതിലൂടെ തുറന്നു വെച്ചിട്ടുണ്ട് എന്ന് കൂടി വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. മാത്രമല്ല ഇത് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു കാര്യവുമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിൻ്റെ ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള സഹകരണത്തിനെല്ലാം വളരെയധികം നന്ദി. ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിന് ഞങ്ങൾ നിങ്ങളുടെ സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. അതിന് മറ്റൊന്നും ചെയ്യേണ്ടതില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക.